ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് കൂടിയിരിക്കാനും ദൈവവചനം ധ്യാനിക്കാനും പഠിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അതിൻ്റെ ചുറ്റും ഒന്ന് നടന്നു കാണുകയായിരുന്നു. ഇന്ന് മെല്ലെ നാം അതിൻ്റെ വാതിലിൽ കൂടെ അകത്തേക്ക് കടക്കാൻ തുടങ്ങുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരവാതിലിലൂടെ നാം അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ പ്രാകാരവാതിലിനെ കുറിച്ച്, ആ വാതിലിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളങ്ങ് കടക്കാനായിട്ട് സമാഗമന കൂടാരം ദൂരെ നിന്ന് കണ്ടു. അതിൻ്റെ ചുറ്റുമൊക്കെ നടന്നു. മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നതായ പാളയം, കൂടാരങ്ങൾ, ഓരോ ഗോത്രങ്ങളും അണിയണിയായി കൊടികളോടുകൂടിയ സൈന്യം പോലെ പാർക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി നാം അതിൻ്റെ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 4 തൂണുകളിൽ തൂക്കിയിരിക്കുന്നതായ ഒരു വാതിൽമറ നീക്കിയാണ് നാം സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആദ്യം നാം ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ വിടർന്ന് കിടക്കുന്ന ഒരു വാതിൽ മറയാണ് നാം കാണുന്നത്. ആ പ്രാകാരവാതിലിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. എന്നാൽ പ്രാകാരവാതിലിന്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായിരുന്നു. അതിന്റെ നീളം 20 മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവുമായിരുന്നു. അതിന്റെ തൂണ് 4 അവിടെ ചുവട് 4 താമ്രമായിരുന്നു. കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞു വരുന്ന തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറവുമുള്ള കുറ്റികളൊക്കെയും താമ്രമായിരുന്നു. അവിടെ ഒരു വാതിൽ നാം കാണുകയാണ്. ഒരു വാതിലേ ഉള്ളൂ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. സമാഗമന കൂടാരത്തിൻ്റെ അകത്തേക്ക് കടക്കുവാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാനും പുറത്തു പോകുവാനുമെല്ലാം ഒരേ ഒരു വാതിൽ മാത്രമേയുള്ളൂ. ഒരു വാതിൽ മാത്രം എന്ന് പറഞ്ഞാൽ ആലയത്തിനകത്ത് കടക്കുവാൻ, പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ, ദൈവസാന്നിധ്യത്തിലേക്ക് വരുവാൻ വേറെ ഒരു വഴിയുമില്ല. 5 മുഴ വീതിയും 20 മുഴം നീളവുമുള്ള പ്രാകാരവാതിൽ മാത്രമേയുള്ളൂ. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വാതിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയോട് അടുത്ത് വരാനുള്ളൂ. വേറൊരു വാതിൽ സ്വർഗം തുറന്നു വെച്ചിട്ടില്ല. അതാണ് മനഃപ്പാഠമായി പഠിക്കാൻ വെച്ച വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ
മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ 5 മുഴം വീതിയും 20 മുഴം നീളവുമുള്ളതായ പ്രാകാരവാതിൽ മാത്രം. വേറെ ഒരു മാർഗമില്ല, വേറൊരു വഴിയില്ല. തന്നെയല്ല, ഈ പ്രാകാരവാതിലിന് കതകുകളോ വാതിലുകളോ കുറ്റിയോ ഒന്നുമില്ല. ഒരിക്കലും അടച്ചുപൂട്ടില്ല. ഓടി വരുന്നവനെല്ലാം ഒരു വാതിൽമറയുണ്ട്, അത് മാറ്റി ഞാൻ കടന്നു പോകാം, അത് നീക്കി ഞാൻ കടന്നു പോകാം. ഒരിക്കലും എപ്പോഴും തുറന്നു കിടക്കുന്നതായ ഒരു വാതിലാണ് പ്രാകാരവാതിൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ഏത് സമയത്തും കടന്നു ചെല്ലാം. ഇപ്പം നമ്മൾ ഏത് സ്ഥാപനമാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസാണെങ്കിലോ ഒക്കെ അതിൻ്റെ വർക്കിംഗ് ടൈമുണ്ട്, ഓപ്പണിംഗ് ടൈമുണ്ട്, അതിൻ്റെ ക്ലോസിംഗ് ടൈമുണ്ട്. പക്ഷേ ഈ പ്രാകാരത്തിന് ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം നാം വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് വരിക. എപ്പോൾ വേണമെങ്കിലും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാൻ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ചെന്നാലും, 6 മണിക്ക് എഴുന്നേറ്റ് ചെന്നാലും, 5 മണിക്ക് എഴുന്നേറ്റ് ചെന്നാലും, പാതിരാത്രിയിൽ എഴുന്നേറ്റ് ചെന്നാലും ദൈവസന്നിധിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. എപ്പോഴും ഓടിച്ചെല്ലാവുന്ന, സ്വാതന്ത്ര്യത്തോട് ഓടിച്ചെല്ലാവുന്ന, പുതിയ വിശ്വാസികളായ നമുക്ക് ഭയം കൂടാതെ അടുത്ത് ചെല്ലാവുന്ന ഒരു വാതിലുണ്ട്. രാപ്പകൽ നമുക്ക് വേണ്ടി തുറന്നു കിടക്കുന്നതായ വാതിൽ. ഈ വാതിൽ അടയ്ക്കുന്ന വാതിലല്ല, ഇതെല്ലാം ഇപ്പോഴും തുറന്നു കിടക്കുന്നതായ വാതിലാണ്. എപ്പോൾ വേണമെങ്കിലും. അടുത്ത ഞായറാഴ്ചയാണെന്ന് നോക്കണ്ട, ഇനി അടുത്ത മീറ്റിംഗ് കൂട്ടായ്മ എന്നാണെന്ന് നോക്കണ്ട, ഏത് സമയത്തും കടന്നു ചെല്ലാണ്ടൊക്കെ വണ്ണം തുറന്നു കിടക്കുന്ന ഒരു വാതിലാണത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാകാരവാതിലിനെ കുറിച്ചും അതിൻ്റെ മറശ്ശീലയെക്കുറിച്ചും ഇതിനു മുൻപ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ അതിൻ്റെ 3-ാമത്തെ ക്ലാസ്സിൽ, നിങ്ങൾ നോട്ട്സ് നോക്കുന്നവർക്ക് അതിൻ്റെ 3-ാമത്തെ ക്ലാസ്സിൽ നാം കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അല്പം ചില കാര്യങ്ങൾ കൂടെ അതിനോട് ചേർന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാകാരവാതിൽ സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് വശത്തായി 20 മുഴം നീളവും 5 മുഴം വീതിയുമുള്ള പ്രാകാരവാതിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പിക്ചറാണ് അത്. അത്ര എല്ലാം കൊണ്ടും അങ്ങ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഏതാണ്ടൊരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 തൂണുകളിലായി അതിൻ്റെ മറശ്ശീല തൂക്കിയിട്ടുണ്ട്. ആ പ്രാകാരവാതിലിൻ്റെ മറശ്ശീലയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ മറശ്ശീല 4 വിധ വർണ്ണങ്ങളുള്ളതായിരുന്നു. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം അതിൽ 25, 26 വാക്യങ്ങൾ. സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ് നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു. അവിടെ തിരുവചനം പറയുകയാണ്, സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും
ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടുരോമം നൂറ്റ്. അപ്പോൾ ഓർക്കണം, ഈ സമാഗമന കൂടാരമെന്ന ആലയത്തിൻ്റെ പണി നടക്കുകയാണ്. ദൈവാലയത്തിൻ്റെ പണി നടക്കുമ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. എവിടെ നോക്കിയാലും ആളുകളെല്ലാം ബിസിയാണ്. ഓരോന്നും കൂടാരങ്ങളിലേക്ക് ചെന്നാൽ സ്ത്രീകൾ നല്ല തിരക്കിലാണ്. അന്ന് ഈ കോലാട്ട് രോമം കൊണ്ട്, ഇപ്പോൾ കോലാട്ട് രോമം എടുക്കണം, അതുകൊണ്ട് ഈ പഞ്ഞിനൂല് വേണം. ഇതുകൊണ്ടെല്ലാം ഈ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, വെള്ളനൂൽ, 4 നിറങ്ങളാണ്, 4 നിറങ്ങൾ. അപ്പോൾ സ്ത്രീകളും ഹൃദയത്തിൽ ഉത്സാഹം കിട്ടിയവർ. അപ്പം നമ്മൾ ഓർക്കണം, ഈ സുവിശേഷ വേല എന്നൊക്കെ പറയുന്നത് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് നിവൃത്തിയില്ലാണ്ട് ചെയ്യുന്നതല്ല. ഇന്ന് വാസ്തവത്തിൽ ഒരാലയത്തിൻ്റെ പണി നടക്കുകയാണ്. ആലയത്തിൻ്റെ പണി നടക്കുകയാണ്. സഭയാകുന്ന ആലയം, സഭയാകുന്ന ആലയത്തിൻ്റെ പണി നടക്കുകയാണ്. ക്രിസ്തു മൂലക്കല്ല്, അപ്പോസ്തോലന്മാരും മറ്റ് കല്ലുകൾ, നാമും അവരുടെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകളായി ചേർത്ത് പണിയപ്പെടുന്ന ആലയമാണ് സഭ. ഓർക്കണം, ആ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർന്ന് അപ്പോസ്തോലന്മാരും ആ വചനം കേട്ട് കടന്നു വന്ന നാമും ജീവനുള്ള കല്ലുകളായി ചേർന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനേക കല്ലുകളെ ജീവനുള്ള കല്ലുകളാക്കി മാറ്റി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന അനേക ജീവിതങ്ങളെ ദൈവവചനത്താൽ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവൻ പ്രാപിച്ച് ലേഖനങ്ങളിൽ അതിൻ്റെ ഉപദേശങ്ങളെല്ലാം നാം കാണുന്നുണ്ട്. ഈ ആലയത്തിൻ്റെ പണി നടക്കുമ്പോൾ സാമർഥ്യമുള്ള സ്ത്രീകൾ, ഹൃദയത്തിൽ ഉത്സാഹമുള്ള സ്ത്രീകൾ അവരുടെ കൂടാരങ്ങൾക്കുള്ളിൽ അധ്വാനിക്കുകയാണ്. എല്ലാവരും അധ്വാനിക്കുകയാണ്. ആരും മാറി നിൽക്കുന്നില്ല, ആരും അലക്ഷ്യമായിട്ടിരിക്കുന്നില്ല. നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉത്സാഹം വർദ്ധിപ്പിക്കണമേ. എനിക്കത് ചെയ്തേ പറ്റൂ. എനിക്കെൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അത് മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ വേദന കിട്ടിയവരായി, ഉള്ളിൽ എരിവ് കിട്ടിയവരായി, ഉള്ളിൽ തീ പകർന്നു കിട്ടിയവരായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉണരുവാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉണരുവാൻ ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഉത്സാഹിക്കുകയാണ്. എല്ലാവരും കൂടി ആ വേല ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. സാമർഥ്യമുള്ള സ്ത്രീകളാണ് മറശ്ശീല നെയ്തത്. പ്രാകാരവാതിൽ തൂക്കിയിട്ടിരിക്കുന്നതായ മറശ്ശീല നെയ്തത് സാമർഥ്യമുള്ള സ്ത്രീകളാണ്. ആലയത്തിൻ്റെ പണിയിൽ സ്ത്രീകൾക്കും നല്ല പങ്ക് വഹിക്കുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അധ്വാനിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ പങ്കുകൾ വഹിച്ചു. ബെസലിയേലും ഒഹോലിയാബും അവരുടെ പങ്ക് വഹിച്ചു. മോശയുടെ പങ്ക് വഹിച്ചു. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 31-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. പുറപ്പാട് 31-ന്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും
സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹേലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. സമാഗമന കൂടാരവും സാക്ഷ്യപെട്ടകവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാരത്തിന്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിന്റെ ഉപകരണങ്ങളും തണ്ടും കൊണ്ടുള്ള നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും വിശേഷ വസ്ത്രങ്ങളും പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിലുള്ള സുഗന്ധ ധൂപവർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ഉണ്ടാക്കും. ദൈവം കൽപ്പിച്ചതുപോലെയൊക്കെയും അവരുണ്ടാക്കും. ബെസലേൽ അവന്റെ കഴിവ് കൊണ്ടല്ല ഇതെല്ലാം ഉണ്ടാക്കിയത്. അഹീസാമാക്കിന്റെ മകനായ ഒഹോലിയാബ് അവന്റെ കഴിവ് കൊണ്ടല്ല ഇതുണ്ടാക്കിയത്. ദൈവം പറഞ്ഞു, ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ദൈവം വിളിച്ച് വേർതിരിച്ചാൽ, ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചാൽ പിന്നെ നമ്മുടെ കഴിവല്ല അവിടെ വരേണ്ടത്, നമ്മുടെ അറിവല്ല പിന്നെ അവിടെ. നമ്മുടെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും നമ്മുടെ പാരമ്പര്യം കൊണ്ടും ചെയ്തെടുക്കുന്ന വേലയല്ല ദൈവവേല. ദൈവം തന്നാലുണ്ട്. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി മുന്നോട്ട് പോയാൽ ഞാൻ തകർന്നു പോവുകയേ ഉള്ളൂ. കർത്താവേ, ഞങ്ങൾ ഇന്ന് ചേർന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ശുശ്രൂഷയിലായ ദൈവമക്കൾ, നിന്റെ ജ്ഞാനം ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, നിന്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് തരണമേ, അറിവ് ഞങ്ങൾക്ക് തരണമേ. ദിവ്യാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ബെസലേലിനെ നിറച്ചു. അഹീസാമാക്കിന്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. ദൈവം തന്ന ജ്ഞാനം, ദൈവം തന്ന കൃപ, കൃപയാണ് കൃപ. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാവരും ചേർന്ന് ഈ ആലയമുണ്ടാക്കി. പുറത്തുനിന്ന് വരുന്നവൻ, ഈ ആലയത്തിലേക്ക് കടക്കാനായി പുറത്തുനിന്ന് വരുന്നവൻ ആദ്യം കാണുന്നത് പ്രാകാരവാതിലിൻ്റെ മറശ്ശീലയാണ്. ഈ പ്രാകാരവാതിലിൻ്റെ മറശ്ശീല എന്ന് പറയുന്നത് 4 നിറങ്ങളുടെ, 4 വർണ്ണങ്ങളുടെ ഒരു വിന്യാസം നമുക്ക് വാതിൽ മറയിൽ കാണാൻ കഴിയും. 4 നിറങ്ങളുടെ 4 വർണ്ണവിന്യാസം നമുക്ക് ഈ മറശ്ശീലയിൽ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു, പ്രാകാരവാതിൽ എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ. അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാതിലിലേക്ക് വരുന്നവൻ 4 തൂണുകളിൽ വിടർന്ന് കിടക്കുന്ന മനോഹരമായി നെയ്തുണ്ടാക്കിയ 4 വർണ്ണങ്ങളാൽ നെയ്തുണ്ടാക്കിയ വാതിൽ മറയാണ് ആദ്യം കാണുന്നത്. എന്താണ് ഈ വാതിൽ മറ? ഞാൻ പറഞ്ഞത് ക്രിസ്തുവാണ്. 4 സുവിശേഷങ്ങളിലാണ് ക്രിസ്തു വിടർന്നു കിടക്കുന്നത്. ക്രിസ്തുവിനെ വിടർത്തിക്കാട്ടുന്നത് 4 സുവിശേഷങ്ങളാണ്. യേശുവിൻ്റെ ജനനം മുതൽ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം മനോഹരമായി ചിത്രീകരിക്കുന്ന, വരച്ചു കാണിക്കുന്ന
ക്രിസ്തുവിനെ വിടർത്തിക്കാട്ടുന്നത് 4 സുവിശേഷങ്ങളാണ്. 4 സുവിശേഷങ്ങളിൽ ക്രിസ്തു വിടർന്നു കിടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളും ലേഖനങ്ങളും എല്ലാം ക്രിസ്തു തന്നെയാണ്. എന്നാൽ അതിൽ ഉപദേശങ്ങളാണ് നാം കാണുന്നത്. ക്രിസ്തുവിനെ വിടർത്തിക്കാട്ടുന്ന 4 തൂണുകൾ 4 സുവിശേഷങ്ങളാണ്. 4 നിറങ്ങളുണ്ട്. 4 നിറം: നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, വെള്ളനൂൽ. ഈ 4 നിറങ്ങൾ എന്തെല്ലാമാണ് കാണിക്കുന്നത്? ഒന്നാമത്തെ നീല നിറം. ഓരോ നിറങ്ങളും നീല നിറം. ഒന്ന് നീല നിറം. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നാം എവിടെ നോക്കിയാലാണ് നീല നിറം കാണുന്നത്? പ്രകൃതിയിലേക്ക് നോക്കിയാൽ നീല നിറം കാണുന്നത് എവിടെ നോക്കിയാലാണ്? മുകളിലോട്ട് നോക്കണം, അല്ലേ? നാം മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിന് നിറമാണ് എന്ത്? നീല നിറം, നീലാകാശം. ആകാശത്തിലേക്ക് നോക്കിയാൽ കാണുന്ന നിറമാണ്. എന്ന് വെച്ചാൽ മുകളിലേക്ക് നോക്കുമ്പോൾ, ഉയരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന നിറമാണ് നീല നിറം. നമ്മുടെ കർത്താവ് ഉയരത്തിൽ നിന്നുള്ളവനാണ്. നമ്മുടെ കർത്താവ് ഉയരത്തിൽ നിന്നുള്ളവനാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കീഴേ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് നീല നിറം കാണിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് നീല നിറം കാണിക്കുന്നത്. അവൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. നാം മണ്ണിൽ നിന്നുള്ളവരാണ്. എന്നാൽ അവൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഈ 4 സുവിശേഷങ്ങളും പഠിക്കുമ്പോൾ ഓരോ സുവിശേഷങ്ങളും ക്രിസ്തുവിനെ ഓരോന്നുമാണ് കാണിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദൈവമായി നാം കാണുന്നു. യേശുക്രിസ്തു ദൈവമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ദാസനാണ്. ഈ 2 സുവിശേഷങ്ങളിലും ക്രിസ്തുവിൻ്റെ വംശാവലി നാം കാണുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വംശാവലി എഴുതാൻ കഴിയുമോ? ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ അവന് അഡ്രസ്സില്ലാത്തവനാണ്. അവൻ്റെ അപ്പനാരാ അമ്മയാരാ അവൻ്റെ വംശാവലി എന്താണെന്നൊന്നും ഒരു പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദാസനായ യേശുവിനെ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവമായി യേശുവിനെ കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ടാണ് കാണുന്നത്. വംശാവലിയുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായിട്ട്, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവനോട് രാജാവായിട്ട് കാണിക്കുന്നു. രാജാക്കന്മാർക്ക് വംശാവലിയുണ്ട്. ഓർക്കണം, 4 സുവിശേഷങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായി വരച്ചു കാണിക്കുന്നു, രാജത്വം. മർക്കോസിന് സുവിശേഷത്തിൽ ദാസനായി കാണുന്നു. ലൂക്കോസിന് സുവിശേഷത്തിൽ മനുഷ്യനായി കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവമായി വെളിപ്പെടുന്നു. നമ്മൾ പഠിക്കുന്നവർക്ക് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നീല നിറം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ധൂമ്രനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ധൂമ്രവർണ്ണം അഥവാ സ്വർണ്ണ നിറം. അത് കാണിക്കുന്നത് രാജാക്കന്മാരുടെ വസ്ത്രത്തെയാണ് കാണിക്കുന്നത്. ധൂമ്ര വസ്ത്രം ധരിക്കുക, രാജാക്കന്മാരാണത്. പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് യേശുക്രിസ്തുവിൻ്റെ രാജത്വം, രാജാക്കന്മാരുടെ വസ്ത്രത്തെയാണ് ധൂമ്രവർണ്ണം കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ
ഈ പടയാളികൾ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ വിസ്തരിക്കുന്നതായ സമയത്ത്, ക്രൂശിക്കേണ്ട സമയത്ത്, കർത്താവ് വിസ്തരിക്കപ്പെടുന്ന, കളിയാക്കുന്ന, പരിഹസിക്കപ്പെടുന്നതായ സമയത്ത് പടയാളികൾ യേശുക്രിസ്തുവിനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് രാജാവാണെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. യഹൂദന്മാരുടെ രാജാവേ, ഇല്ലേ, മുള്ളുകൊണ്ടൊരു കീഴം മെടഞ്ഞുണ്ടാക്കി വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് വിളിച്ച് അവനെ കളിയാക്കി. അപ്പോൾ ധൂമ്രവസ്ത്രം, ധൂമ്രവർണ്ണം, രാജാക്കന്മാർ ധരിക്കുന്ന വസ്ത്രം, രാജത്വത്തെയാണ് കാണിക്കുന്നത്. മത്തായി സുവിശേഷം യേശുവിനെ രാജാവായി വരച്ച് കാണിക്കുന്നു. മൂന്നാമത്തെ ചുവപ്പ് നൂൽ. ചുവപ്പ് നൂൽ, ചുവപ്പ് നിറം, ചുവപ്പ് നൂൽ. ചുവപ്പ് നൂൽ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി, വീണ്ടെടുപ്പുകാരനായി ചുവപ്പ്. ചുവപ്പ് നിറം രക്ഷയെയും വീണ്ടെടുപ്പിനെയുമാണ് കാണിക്കുന്നത്. യേശുക്രിസ്തുവിൽ കൂടെയുള്ളതായ രക്ഷ, വീണ്ടെടുപ്പ്, ഇതിനെല്ലാമാണ് ചുവപ്പ് നിറം കാണിക്കുന്നത്. ആ കാലത്ത് അന്ന് ഈ ചുവപ്പ് നിറം ഉണ്ടാക്കിയിരുന്നത് ഒരു തരം പുഴുക്കളെ കൊന്ന്, ഒരു പ്രത്യേക തരം പുഴുക്കളെ കൊന്ന് ലഭിക്കുന്ന കളറിലെ നൂല് മുക്കിയെടുത്ത് ആ പുഴുക്കളെ കൊന്ന് അതിനെ അരച്ച് കിട്ടുന്നതായ ആ ചുവപ്പ് നിറം, അതിൽ ഒരു പ്രത്യേക തരം പുഴുക്കൾ, അതിൽ നൂലുകൾ മുക്കിയെടുത്താണ് അതിനെ ഡൈ ചെയ്യുന്നത്. ഈ നൂല് ചുവപ്പാക്കി മാറ്റുന്നത് അങ്ങനെയാണ്. പഞ്ഞിനൂല് കൊണ്ട് വേദുണ്ടാക്കിയിട്ടത് ചുവപ്പ്. ഇപ്പം എന്തുണ്ടോ, ഓരോ കളറുകൾ ഡൈ ചെയ്യുന്നുണ്ടല്ലോ, ഇന്നോരോ കെമിക്കലുകളെല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ഈ നൂല് ഡൈ ചെയ്ത് ചുവപ്പ് നൂലാക്കി മാറ്റുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ളതായ പുഴുക്കളെ കൊന്ന് അതിൽ നിന്ന് ലഭിക്കുന്നതായ കളറിൽ മുക്കിയാണ് ആ നൂല് ഡൈ ചെയ്യുന്നത്. രക്ഷയെ കാണിക്കുന്നു. നമുക്കറിയാം, യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ രാഹാബ് എന്ന ഒരു സ്ത്രീയുണ്ട്. എരിഹോ മതിലിന് മുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന രാഹാബ് എന്ന ഒരു വേശ്യ സ്ത്രീയുണ്ട്. അവൾ രക്ഷപ്പെടുന്നത്, കോട്ട തകരുമ്പോൾ, എല്ലാം തകർത്ത് ദൈവജനം മുന്നേറുമ്പോൾ രാഹാബ് രക്ഷപ്പെടുന്നത് ഒരു ചുവപ്പ് ചരട് കിളിവാതിലിൽ കിട്ടിയാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 17-18 വാക്യം നമുക്കൊന്ന് വായിക്കാം. യോശുവ 2:17-18 വാക്യങ്ങൾ. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അപ്പോൾ രാഹാബ് രക്ഷപ്പെടുന്നത് ഒരു ചുവപ്പ് ചരട് കിളിവാതിൽ കെട്ടിയാണ്. രക്ഷയെ കാണിക്കുന്നു, വീണ്ടെടുപ്പിനെ കാണിക്കുന്നു ചുവപ്പ് നൂൽ. ഇനിയും വെള്ളനൂല്. വെള്ളനൂല് കർത്താവിൻ്റെ പരിശുദ്ധിയെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പ്രാകാരവാതിൽ മറ നമ്മുടെ ക്രിസ്തുവിനെയും നമ്മുടെ യേശുവിനെയും നമ്മുടെ കർത്താവിനെയും കർത്താവിൻ്റെ 4 വിധ സ്വഭാവ വിശേഷതകളെയുമാണ് കാണിക്കുന്നത്. ആരാധനയ്ക്ക് വരുമ്പോൾ ആദ്യം കാണുന്നതും കാണേണ്ടതും ക്രിസ്തുവിനെയാണ്. അവൻ്റെ മഹത്വം കണ്ടിട്ടാണ് ആരാധിക്കാനായി അകത്തേക്ക് കയറുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനന്നൊരു പാട്ട് പാടിയായിരുന്നു. ഒരു പാട്ട്, ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ളതായ ഒരു മനോഹരമായൊരു പാട്ട്. അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്: ഏകമാം വാതിലിനോടും 60 തൂണുകളോടും കൂടെ ഏക ദൈവ നീതിയിൽ വെളിപ്പെടാം വെള്ളത്തിരശീലയാം ആകെ മറച്ചതിനുള്ളിൽ അവരുടെ
നാഥൻ എഴുന്നള്ളി വാഴുന്നു അനുദിനം. നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചതാം പഞ്ഞിനൂലും 4 നിറം കലർന്ന പ്രാകാരത്തിൻ വാതിൽ മറയതിൽ ബാലനിലൻ ഉദിച്ചേലോഹീം രാജൻ്റെ ശീലഗുണം ഓരോന്നോതുന്നീ ലോകർക്കായി. എന്നുവെച്ചാൽ ഈ നാഥനായ യേശുവിൻ്റെ രാജാതിരാജനായ യേശുവിൻ്റെ ശീലഗുണങ്ങൾ ഓരോന്നും ലോകരുടെ ഇടയിൽ ഓതിത്തരുന്നതാണ്, വിളിച്ചറിയിക്കുന്നതാണ് ഈ 4 നിറങ്ങളെന്ന് നാം ആ പാട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ അതൊന്ന് അതിൻ്റെ ട്യൂണ് ശരിയാണോ ആരും പാടി കേട്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ട്യൂൺ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഒന്ന് പാടാം. ഏകമാം വാതിലോടും 60 തൂണുകളോടും കൂടെ, ഏകമാം വാതിലോടും 60 തൂണുകളോടും കൂടെ, ഏകദൈവനിധിയിൽ വെളിപ്പെടാം വെള്ളത്തിരശിലയാൽ, ഏകദൈവനിധിയിൽ വെളിപ്പെടാം വെള്ളത്തിരശിലയാൽ, ആകെ മറച്ചതിനുള്ളിലവരുടെ, ആകെ മറച്ചതിനുള്ളിലവരുടെ നാഥനെഴുന്നള്ളി വാഴുന്നന്നു ദീനം, നാഥനെഴുന്നള്ളി വാഴുന്നന്നു ദീനം. എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ, എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ. നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചതാ പഞ്ഞിനൂലും, നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചതാ പഞ്ഞിനൂലും, 4 നിറം കലർന്ന പ്രാകാരത്തിൻ വാതിൽ മറയതിന്മേൽ, 4 നിറം കലർന്ന പ്രാകാരത്തിൻ വാതിൽ മറയതിന്മേൽ, ബാലനീലൻ ഉദിച്ചേലോഹീം രാജന്റെ, ബാലനീലൻ ഉദിച്ചേലോഹീം രാജന്റെ ശീലഗുണമോരോ നോതും നീ ലോകർക്കായി, ശീലഗുണമോരോ നോതും നീ ലോകർക്കായി. എന്തു മനോഹരം ഇക്കാണുന്നതെന്തോരതിശയമേ, എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ. എന്തോരതിശയം ദൈവസ്വരൂപത്തെ, എന്തോരതിശയം ദൈവസ്വരൂപത്തെ ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു, ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു. എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ, എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ. ഈ നിറങ്ങളെല്ലാം ഏലോഹീം രാജൻ്റെ ശീലഗുണങ്ങൾ ഓരോന്ന് ഓതുന്നീ ലോകർക്കായി എന്ന്. ഇത്ര അർത്ഥവത്തായ പാട്ടാണത്. നമ്മുടെ സിയോൻ ഗീതാവലിയിലുണ്ട്. 776 എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലുള്ളത്. എന്ത് മനോഹരമേ എന്ന് ആരംഭിക്കുന്ന പാട്ട്, എന്ത് മനോഹരമേ എന്ന് ആരംഭിക്കുന്ന പാട്ട്. നിങ്ങളൊന്ന് സിയോൻ ഗീതാവലി ഉള്ളവരുണ്ടെങ്കിൽ എന്ത് മനോഹരമേ എന്ന് ആരംഭിക്കുന്ന ആ പാട്ട് നോക്കി അത് മുഴുവനൊന്ന് പാടാൻ അറിയാൻ പാടില്ലെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതാണ്. വായിച്ചാൽ
ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള നല്ലൊരു പഠനമാണത്. അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഓരോന്നോരോന്ന് എന്താണ് എന്നെല്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട് അതിൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ശീലയുടെ ഗുണങ്ങൾ ഓരോന്നും ഏലോഹീം രാജനാം യേശുവിൻ്റെ ശീലഗുണങ്ങൾ ഓരോന്നുമാണ്. യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേക 4 സ്വഭാവ വിശേഷതകളെയാണ് കാണിക്കുന്നത്. ആലയത്തിലേക്ക് വരുമ്പോൾ, കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ, ഇതെല്ലാമാണ്. അപ്പോൾ നമ്മളങ്ങ് യെരുശലേമിൽ പോയി ഒന്നും കാണേണ്ടത്, യെരുശലേമിൽ ചെല്ലുമ്പോൾ കാണാനുള്ളതല്ല. ഞാനും നിങ്ങളും മുട്ടുകുത്തുവാനായി നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ വിടർന്നു കിടക്കുന്നതായി തിരശ്ശീലയാണ് ആദ്യം കാണുന്നത്. ഈ മറശ്ശീല, വാതിൽ മറ. നമ്മുടെ മുമ്പിൽ വിടർന്നു കിടക്കുന്ന 4 സുവിശേഷങ്ങളിൽ ദൈവം സ്വർഗം ലോകത്തിന് മുമ്പിൽ വിടർത്തി കാട്ടി നിർത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. അവൻ ആരാണ്? അവൻ എൻ്റെ ദൈവമാണ്. ഞാൻ അവനെ ആരാധിക്കാനാണ് കടന്നു വന്നത്. ഞാൻ അവൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. അവൻ എൻ്റെ ദൈവമാണ്. അവൻ എൻ്റെ സകല പാപങ്ങളും കഴുകി എന്നെ ശുദ്ധീകരിക്കുവാൻ, എൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കുന്ന രക്ഷകനാണവൻ. ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ രാജാവാണ്. അവനാണ് എന്നെ ഭരിക്കുന്നവൻ. ഞാൻ അവൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ളവനാണ്. എന്നെ നിയന്ത്രിക്കുന്നത് അവനാണ്. എന്നെ നടത്തുന്നവൻ അവനാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അവനാണ്. എൻ്റെ രാജാവാണവൻ. അവൻ പരിശുദ്ധനായ ദൈവമാണ്. 6 ചിറകുകളായ ശ്രോപ്പന്മാർ ശ്രാപ്പികളെ കണ്ട യേശയ്യ. ദൈവത്തിന് സ്തോത്രം. അവരെന്താണ് പാടുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞാൻ അവിടുത്തെ തിരുസന്നിധിയിലാണ് മുട്ടുകുത്തുന്നത്. അപ്പോൾ ആലയത്തിലേക്ക് ആരാധനയ്ക്കായി വരുന്നവന് മുമ്പിൽ അവൻ കാണുന്നത് ക്രിസ്തുവിനെയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. വീണ്ടും അവൻ ആലയത്തിലേക്ക് കടക്കുകയാണ്. ആലയത്തിലേക്ക് കടക്കുമ്പോൾ, ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ആദ്യം കാണുന്ന ആരാധനാ ഉപകരണം എന്ന് പറയുന്നത് യാഗപീഠമാണ്. നമുക്ക് അവൻ്റെ മനോഹാരിത കാണണം. ക്രിസ്തുവിൻ്റെ മനോഹാരിത കണ്ടിട്ട് വേണം മുട്ടുകുത്താൻ. ഇന്ന് പല ആളുകളും ചില മനുഷ്യരെ കണ്ടുകൊണ്ട് വരുന്നവരുണ്ട്. പള്ളിയിൽ പോകണേ എന്തിനാണ്? അവിടെ പോയിട്ട് എന്നാ കിട്ടുന്നത്? അല്ലെങ്കിൽ അവിടെ പോയിട്ട് തന്നെ ഇത് കേട്ട് തന്നെയല്ലേ കേൾക്കുന്നത്, ഈ പറഞ്ഞു തന്നെയല്ലേ പറയണത്, എന്നാ പ്രത്യേകിച്ച് കേൾക്കാനുള്ളത്? അത് പ്രസംഗിക്കുന്നവരെ കാണാനോ, അല്ലെങ്കിൽ അച്ഛനെ കാണാനോ, തിരുവേനെ കാണാനോ, അല്ലെങ്കിൽ ആൾക്കാരെ കാണാനൊക്കെ പോക്കങ്ങ് നിർത്തണം. എന്നിട്ട് പിന്നെ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നതെല്ലാം, നമ്മുടെ കൂട്ടായ്മ ആത്മീയ പ്രവർത്തനങ്ങളെല്ലാം വിടർത്തി കാട്ടുന്നത് ക്രിസ്തുവിനെ ആയിരിക്കണം. ഇന്ന് തൂണുകളിലൊക്കെ എന്താ വലിച്ചു കെട്ടിയിരിക്കുന്നത്? നമുക്ക് ഒരു ശരിയായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകണം. ഒരു ശരിയായ കാഴ്ചപ്പാട്, ശരിയായ ക്രിസ്തുവിനെ കണ്ട് ദൈവവചനത്തിൽ അടി ഉറച്ച്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ വ്യക്തമായി എഴുതി വെച്ചത്, ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ. നമുക്ക് അതിനെല്ലാം ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ഈ ബസലേലിന് ദിവ്യാത്മാവിനാൽ നിറച്ച ദൈവം എന്നുമില്ലേ? ദൈവത്തിൻ്റെ ദിവ്യാത്മാവ് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, അത് ഞങ്ങളുടെ ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല, ഞങ്ങളുടെ അറിവിന് പിടികിട്ടുന്നതല്ല. ദൈവത്തിൻ്റെ ദിവ്യാത്മാവ് കർത്താവേ, ഇന്ന് ഈ ക്ലാസ്സിൽ കൂടിയിരിക്കുന്ന, പല സ്ഥലങ്ങളിലായി ഇതിൽ പങ്കെടുത്തിരിക്കുന്ന, ഞങ്ങൾ കുടുംബമായി പങ്കെടുത്തിരിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്കലിൽ പങ്കെടുത്തിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളടക്കം
ദൈവത്തിൻ്റെ ദിവ്യാത്മാവിനാൽ നിറഞ്ഞവരായി ഈ ആലയത്തിൻ്റെ പണിയിൽ ഉത്സാഹത്തോടെ മുന്നേറുവാൻ, ഈ അന്ത്യകാലത്ത് സുവിശേഷ വേലയിൽ ഉത്സാഹത്തോടെ മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ആരും ഒന്നും കാണണ്ട, പുകഴ്ത്തണ്ട. കർത്താവെ, ഞങ്ങളുടെ യേശുവിനെ ജനം ഒന്ന് കാണണം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ജനം ഒന്ന് കാണണം. ഞങ്ങളുടെ നാഥനെ ജനം ഒന്ന് കാണണം. കർത്താവെ, അതിന് തക്കവണ്ണം വിശുദ്ധരായി നിൽക്കുവാൻ, സാക്ഷ്യത്തോടെ നിൽക്കുവാൻ, വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ നിൽക്കുവാൻ, ആത്മനിറവുള്ളവരായി നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണം, എല്ലാ മഹത്വത്തോടെ എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.